ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ച 30 മിനിറ്റ് നീണ്ടുനിന്നു. ദത്താത്രേയ ഹൊസബല്ല അടക്കമുള്ള RSS നേതാക്കൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ അജണ്ട? സുധി, 2020 ശേഷം ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ കൂടിക്കാഴ്ച പ്രധാനമായും RSSന്റെയും BJP നേതാക്കളുമായി ആയിരുന്നു ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ BJP ആസ്ഥാനം, ഇന്നലെ BJP ആസ്ഥാനത്ത് BJP നേതാക്കൾ അരുൺ സിംഗ് അടക്കമുള്ള BJP നേതാക്കളെ കണ്ടു. അതിന് പിന്നാലെയാണ് RSSന്റെ ദത്താത്രേയ ഹൊസബല്ല അടക്കമുള്ള ആളുകളുമായി ഈ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും ഈ ഗാൽവാൻ സംഘർഷ ശേഷം ഇന്ത്യ ചൈന ബന്ധം വളരെ വഷളായിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ഈ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തുകയും ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. നിലവിലത്തെ ഈ രാജ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ RSSമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച ദില്ലിയിൽ 30 മിനിറ്റ് നീണ്ടുനിന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ BJP ആസ്ഥാനത്തും അല്പസമയം ഇവർ ചെലവഴിക്കുകയും വിശദമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. അതേസമയം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട് രാജ്യത്ത് താർക്കാൻ ശ്രമിക്കുകയാണെന്ന വിമർശനമൊക്കെ നേരത്തെ കോൺഗ്രസിനെതിരെ BJP ഉന്നയിച്ചു. അത്തരത്തിൽ BJP വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് ഈ ഡെലിഗേഷൻ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രതിനിധികൾ BJP ആസ്ഥാനത്തെത്തി BJP നേതാക്കളെ ഒപ്പം RSS നേതാക്കളെ കാണുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും കോൺഗ്രസ് വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം എന്ന് കോൺഗ്രസ് പറയുന്നു. പ്രധാനമായും ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ രാജ്യത്തിന്റെ പല താല്പര്യങ്ങളും കേന്ദ്ര സർക്കാർ അടിയറവ് വെക്കുകയാണെന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പവൻ ഖേര അടക്കമുള്ള നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ രംഗത്തേക്ക് വരികയും ചെയ്തത്. പ്രധാനമായും ഇത്തരത്തിൽ മോദി ചൈനയെ പേടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗാൽവാൻ സംഘർഷം, അതോടൊപ്പം തന്നെ മറ്റ് അരുണാചൽ പ്രദേശിലെ മേഖലകളൊക്കെ ചൈന കടന്നു കയറുമ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്താണെങ്കിലും 2020 ശേഷം, അതായത് ഗാൽവാൻ സംഘർഷ ശേഷം ആദ്യമായാണ് ചൈനീസ് പ്രതിനിധി സംഘം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുന്നത്. ആ ഇന്ത്യയിലെത്തുമ്പോൾ പ്രധാനമായും RSSന്റെയും BJPയുടെ നേതാക്കളുമായിരുന്ന കൂടിക്കാഴ്ചയെ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ BJP വിമർശിക്കുന്നു. ഒപ്പം പല കൂടുതൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചർച്ചകൾ നടന്നിരുന്ന വിശദാംശങ്ങൾ പാർട്ടി അത്തരത്തിൽ BJP പുറത്തേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ശ്രുതി, 30 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.